യുക്രൈൻ തെരുവുകളിലൂടെ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതായിരുന്നു ഞാൻ. അപ്പോഴാണ് ദൂരത്ത് നിന്ന് എൻ്റെ സീനിയർ ചേച്ചി അൻഷി ചേച്ചി നടന്നു വരുന്ന കണ്ടത്. എൻ്റെ അടുത്ത് എന്നിട്ട് ഒരു ചോദ്യം. പിന്നൊന്നും നോക്കിയില്ല, ആളുടെ കൈയും പിടിച്ച് കൂടെ പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിക്കാണ് എൻ്റെ ആജന്മ സുഹൃത്തായ ഡെന്നിനെയും കണ്ടു കിട്ടിയത്. എന്നാൽ പിന്നെ അവളെയും കൂടെ കൂട്ടിയേക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും നടന്ന് കഫേയിലെത്തി. കഫേയിലായിരുന്നു ഇന്നത്തെ മ്യൂസിക് സെഷനും അതുപോലെ ഇവിടെ പോട്ടറി ഈവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ കതക് തുറന്ന് അകത്ത് കയറി കണ്ട കാഴ്ചകൾ നിങ്ങളും കാണുക. ഇതൊക്കെ ഇവിടുത്തെ പോട്രി സെഷനിലെ സ്റ്റുഡൻസാണ്. ഇവർ ഓരോന്നുണ്ടാക്കുന്നത്. ഒരു കപ്പും മകവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ 3 പേര് നോക്കുന്നത്. ഇച്ചി നല്ല ഭംഗിയായിട്ട് ഒരു റെയിൻഡിയറൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ നടക്കുന്ന മ്യൂസിക്, ഇവിടെ നിന്നൊരു മ്യൂസിക് തെറാപ്പി സെഷൻ പോലെയായിരുന്നു. അതിൻ്റെ ഫുൾ മ്യൂസിക് ഞാൻ യൂട്യൂബ് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. നേരത്തെ കണ്ട അവർ ക്ലേ ഒക്കെ സെറ്റ് ചെയ്ത് ഇവർ കപ്പും മഗ്ഗും അതുപോലെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. ഞങ്ങളങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യുക്രൈൻ അമ്മച്ചി വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും കയ്യിൽ ഒരു ക്ലേ ഉണ്ട തന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരി, എന്നിട്ട് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടായിക്കോളാൻ. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ ക്ലേ ഒക്കെ ഉരുട്ടി മ്യൂസിക്കൊക്കെ കേട്ടിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത് ആ ചേച്ചി റെയിൻഡിയറൊക്കെ ഉണ്ടാക്കി കംപ്ലീറ്റ് ആക്കി നല്ല ഭംഗിയിൽ എല്ലാ ഡീറ്റെയിലും കൊടുക്കുന്നത്. അപ്പം പിന്നെ ഞാൻ എൻ്റെ കഴിവ് തെളിയിക്കാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ ഇരുന്ന് ക്ലേയും കൊണ്ട് സെറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ പറയൂ, അഭിപ്രായം പറയൂ എൻ്റെ കഴിവ് എങ്ങനെയുണ്ടെന്ന്. ഞങ്ങളെല്ലാവരും ഓരോന്ന് ഉണ്ടാക്കാൻ കണ്ടപ്പം യുക്രൈൻ അമ്മച്ചിയും കൂടെ കൂടി. യുക്രൈൻ അമ്മച്ചിയും ഞങ്ങൾ 3 പേരും ഇരുന്ന് ഫുൾ ഉണ്ടാക്കിയ ടേബിൾ മൊത്തം ഞങ്ങളുടെ ഓരോ കലാവിരുദ്ധമായിരുന്നു. ഇതിലെ മെയിൻ ഹൈലൈറ്റ് ഡെന്നയുടെ പാമ്പായിരുന്നു. അവൾ ഫസ്റ്റ് ഉണ്ടാക്കിയ പാമ്പ്. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. അവിടുത്തെ സ്റ്റുഡൻസ്, ഈ ക്ലേ പോട്ടറിയുടെ സ്റ്റുഡൻസ് ഉണ്ടാക്കിയ കപ്പ്, മഗ്, അതുപോലെ കുറേ സ്ട്രക്ചേഴ്സ്, കുറേ സ്റ്റാച്യൂസൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ഡീറ്റെയിൽസൊക്കെ ചെയ്തിട്ട് അതൊക്കെയാണ് ഇവിടെ വച്ചേക്കുന്നത്. സ്റ്റുഡൻസ് ഉണ്ടാക്കിയത് ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങളുണ്ടാക്കി ഞങ്ങളോട് പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞു. നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എടുത്തിട്ട് വന്നു. ഇതാണെല്ലാം. പിന്നെ ആ യുക്രൈൻ അമ്മച്ചി ഞങ്ങൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കുറേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ തന്നായിരുന്നു. അതാണിതെല്ലാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു കോഫി കുടിച്ച് നമുക്ക് തിരിച്ച് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്യാൻ നിൽക്കുമായിരുന്നു. കോഫി ഓർഡർ ചെയ്തു. കുറച്ച് ചോക്ലേറ്റ് പൗഡറൊക്കെ മുകളിൽ വിതറി ഞങ്ങൾ അങ്ങനെ കോഫി കുടിച്ചു. दीदी बताओ कैसा रहा आज का एक्सपीरियंस? Truly amazing. Like we used to do it in kindergarten, that pottery and all. It's like I felt like nostalgia. അങ്ങനെ ഞങ്ങളൊരു പിസ്സ മേടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കടയിൽ കയറി പിസ്സയൊക്കെ മേടിച്ച് ഞങ്ങളങ്ങനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. ഇന്നൊരു നല്ല ദിവസമായിരുന്നു. മ്യൂസിക്കൊക്കെ ഇട്ട് നല്ലൊരു ഈവനിങ് ആയിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങളുണ്ടാക്കിയ ഐറ്റംസ്. ഇഷ്ടപ്പെട്ടൊന്ന് പറയണം. അടുത്തൊരു ദിവസം അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.